ചങ്ങായിമാരൻ നമ്മളെ കുലസ്ത്രീ സംഘടന ലക്ഷ്മിപ്രിയ ഉണ്ടല്ല ഇന്നലെ വീണ്ടും വന്നിട്ടുണ്ട്. മിനിഞ്ഞാന്ന് അമ്മ സംഘടനയെന്ന് അൻസിബന്റെ വായിന്ന് വയറും നിറയെ കിട്ടിട്ട് ഓടി രക്ഷപ്പെട്ടതായിരുന്നു നമ്മൾ ഈ കുലസ്ത്രീ സംഘടന. എന്നിട്ട് മിനിഞ്ഞാന്ന് രാത്രി വീട്ടിലെത്തിയ പാടുണ്ടല്ല ഈ കുലസ്ത്രീ സംഘടന ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ശവം കാണാൻ പോലും ആരും വരാൻ പാടില്ല എന്ന്. എന്റെ ലക്ഷ്മിപ്രിയ, നീ ഒരു കാര്യം അറിയോ? ജീവിച്ചിരിക്കുന്ന നിന്റെ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ അകത്ത് പലരും വന്നിട്ട് ഇടുന്ന കമന്റ് എന്നറിയാം, ഈ ജീവിച്ചിരിക്കുന്ന ശവത്തിന്റെ വീഡിയോ നിങ്ങൾ റിയാക്ട് ചെയ്യില്ലേ വരണെന്നാണ് പലരും ഇടുന്ന കമന്റ്. കാരണം ഈ സാധനത്തിന്റെ മുഖം കാണാൻ നമുക്ക് ഇഷ്ടമല്ലെന്നാണ് പലരും ആ കമന്റിൽ പറയുന്നത്. അങ്ങനെയുള്ള നീ ഉണ്ടല്ല, നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ശവം കാണാൻ വേണ്ടി ആര് വരാനാണ് എന്റെ കുലസ്ത്രീ സംഘടന? അതായത് ജീവിച്ചിരിക്കുന്ന നിന്റെ മുഖം തന്നെ ആർക്കും ഇഷ്ടമല്ല. അപ്പൊ നീ മരിച്ചു കഴിഞ്ഞാൽ നീ മരിച്ച ശവത്തിന്റെ മുഖം കാണാൻ വേണ്ടി ആരാണ് വരേണ്ടത്? പിന്നെ നീ ഉണ്ടല്ലോ ഇമാതിരി കോപ്രായങ്ങളും വിഡിത്തരങ്ങളും കാണിക്കുമ്പോൾ നിന്നെ റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ റിയാക്ട് ചെയ്യുന്നത്. എന്തായാലും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ശവം പോലും ആരും കാണാന്ന് പറഞ്ഞാൽ നമ്മളെ കുലസ്ത്രീ സംഘടന ഇന്നലെ നൈസായിട്ട് ഒന്ന് ചുവട് മാറ്റിയിട്ടുണ്ട് കേട്ടാ. എന്നിട്ട് തിരിച്ച് വീണ്ടും നമ്മളെ അമ്മ സംഘടനയിൽ എങ്ങനെയെങ്കിലും കയറി പറ്റേണ്ട ഒരു പരിപാടി നോക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇന്നലെ വന്നിട്ട് നമ്മളെ കുലസ്ത്രീ സംഘടന പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ട് വരാം. വാ. തിരിച്ചു പോകണ്ട എന്ന് തന്നെയാണ് തീരുമാനം. പക്ഷെ ഇന്നലെ മുതൽ ചർച്ചകൾ നടക്കുന്നുണ്ട് തിരിച്ചു വരണം എന്നുള്ള രീതിയിൽ. നോക്കട്ടെ, ഞങ്ങൾക്കും നീതി വേണമല്ലോ. ഞങ്ങൾക്ക് അമ്മ എന്ന് പറയുന്നത് ഒരു വളരെ വ്യക്തിപരമായ ഒരു ഇമോഷനാണ്, ഒരു സംഘടനയായിട്ട് മാത്രമല്ല കാണുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പ്രതികരണങ്ങൾ പലപ്പോഴും വൈകാരികമായി പോകുന്നതും. അമ്മയിലുള്ള അമ്മമാരെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദൗത്യം, വോളണ്ടറി ആയിട്ടുള്ള ദൗത്യമാണ് ഞങ്ങൾ ഓരോരുത്തരും ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ മാനിക്കാത്തവരെടുത്ത്, അതിനെ വില കൽപ്പിക്കാത്തടത്ത്, വേദനിപ്പിക്കുന്നിടത്ത് ഞങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത്? അപ്പൊ സംസാരിക്കട്ടെ, മുതിർന്ന ആൾക്കാരൊക്കെ ഞങ്ങളായിട്ട് സംസാരിക്കട്ടെ, എവിടെയാണ് നീതി കിട്ടുന്നതെന്ന് നോക്കട്ടെ, എന്നിട്ട് അത് അനുസരിച്ച് തീരുമാനിക്കാം. ആരുമായിട്ടാണ് ചർച്ച നടത്തുന്നതാണ് ഈ കുലസ്ത്രീ സംഘടന വരുന്നത്? ആരുമായിട്ടല്ല. ഇവളും ഇവളെ ഭർത്താവും പിന്നെ ശ്വേതാമേനോനില്ലേ, ഇവര് മൂന്നാളും കൂടി രാത്രി കുത്തിയിട്ട് ചർച്ച നടത്തി. എന്താ ചർച്ച എന്നറിയാം? ഇതേ പോക്ക് പോയി കഴിഞ്ഞില്ലേ അമ്മയിൽ തിരിച്ചു കാര്യമില്ലെങ്കിൽ പട്ടിണി കിടന്ന് ചാകേണ്ടി വരുന്നതാണ് ഇവര് മൂന്നാൾ നടത്തിയ ചർച്ച. അമ്മയിൽ എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ അമ്മയുണ്ടല്ലോ അവശകാലഹാരന്മാർക്ക് കുറച്ച് പൈസ കൊടുക്കാറുണ്ട്. ആ പൈസ എങ്ങനെ കിട്ടി അങ്ങനെയെങ്കിലും കുടുംബം പറ്റാന്നാണ് ഇവർ ചിന്തിക്കുന്നത്. അല്ലാണ്ട് കൂടും കുടുക്കിയെടുത്തിട്ട് അമ്മയെന്ന് ഇറങ്ങിപ്പോയാലുണ്ടല്ലോ ഒരു മണ്ണാങ്കട്ടി ഇവള് വർക്ക് കിട്ടൂല. ഒന്നാമത് ഇവള് മാറിയുന്നുണ്ടല്ലോ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കുന്നില്ല. കാരണം എന്താ പറയുക, ഇവളുമാരുടെ സ്വഭാവം ഉണ്ടല്ല, ഈ സ്വഭാവം വെച്ചിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ മൊത്തം കലാപം ഉണ്ടാക്കുന്ന ആ സിനിമ എടുക്കുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇവളുമാരെയൊന്നും ആരും അഭിനയിക്കാൻ വിളിക്കാറില്ല. കാരണം ഇവളുമാരൊക്കെ ഇപ്പൊ തന്നെ കാണിക്കുന്ന അഹങ്കാരം നിങ്ങൾ കാണുന്നില്ലേ? മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് എമ്മാതിരി അഹങ്കാരം ഇവളുമാർക്ക് കാണിക്കുന്നത്. എന്തെങ്കിലും കഴിവുണ്ടായിട്ടാ ഇമാതിരി അഹങ്കാരം ഇവളുമാർക്ക് കാണിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ കുലസ്ത്രീ സംഘടന ഉണ്ടല്ല, നമ്മളെ ശ്വേതാമേനെ കുറിച്ച് കുറച്ച് മാസ് ഡയലോഗ് വരുന്നുണ്ട്. ആ മാസ് ഡയലോഗ് ഒന്ന് കേട്ടിട്ട് വന്നാലോ? എന്താണ് ശ്വേതാ മേനോൻ എന്ന പ്രസിഡന്റ് അടർക്കളത്തിലെ അഭിമന്യുവിനെ എന്ന പോലെ 7 മണിക്കൂർ ഈ പുരുഷന്മാരും മറ്റാൾക്കാരും കൂടെ ചേർന്നിട്ട് അവരെ ടോർച്ചർ ചെയ്യായിരുന്നു ഉണ്ടായിരുന്നത്. ആക്ച്വലി അത് തന്നെയല്ലേ, ലിറ്ററലി അത് തന്നെയല്ലേ ടോർച്ചറിങ്. ആ വാക്ക് ഇപ്പോഴാണ് പെർഫെക്റ്റ് ആവുന്നത്. അത് മാത്രമല്ല, ഏറ്റവും അവസാനം ബാബുരാജ് എന്ന് പറഞ്ഞ വ്യക്തി വന്ന് പറഞ്ഞ അലിഗേഷൻ എന്താണ്? BJPക്ക് കാൻഡിഡേറ്റ്സിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്വേതാ മേനോൻ, ഞങ്ങളൊക്കെ കാൻഡിഡേറ്റ്സ് ആയിരുന്നല്ലോ, ഞാനും അഞ്ജലിയും പിന്നെ ഭരണസമിതിയിലുള്ള അംഗങ്ങൾ കാൻഡിഡേറ്റ്സ് ആകുന്നു. അതുകൂടാതെ അമ്മയിലുള്ള മറ്റ് കാൻഡിഡേറ്റ്സിനെ നിർത്താൻ വേണ്ടിയിട്ട്, BJPക്ക് കാൻഡിഡേറ്റ്സിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ കമ്മീഷൻ വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. ആ നിമിഷമാണ് 7 മണിക്കൂർ പൊരുതി നിന്ന ശ്വേതാ മേനോൻ വേദനിച്ചുകൊണ്ട് ഞാൻ അമ്മയിലെ അംഗത്വം തന്നെ ഉപേക്ഷിച്ച് പോവുകയാണ് എന്ന് പറഞ്ഞത്. അടർക്കളത്തിൽ പോരാടിയ അഭിമന്യുവാണ് ശ്വേതാമേനോനെന്നോ? ആര്? ലവള. കാമസൂത്ര കോണ്ടത്തിന്റെ പരസ്യം അഭിനയിച്ച ശ്വേതാമേനോന്റെ പേരിന്റെ കൂടെ ഒന്നുണ്ടല്ലോ നീ അഭിമന്യുന്റെ പേരുണ്ടല്ല കൂട്ടി വായിക്കല്ല എന്റെ കുലസ്ത്രീ സംഘടന. പിന്നെ ബാബുരാജ് പറഞ്ഞതുപോലെ നീയൊക്കെ ഉണ്ടല്ലോ BJPക്ക് വേണ്ടിയിട്ടാണ് നീ കളി മൊത്തം കളിക്കുന്നത്. ആർക്കാണ് അറിയാത്തത്? പക്ഷെ എനിക്കൊരു കാര്യം പറയുള്ളത്, നീയും നിന്നെ പോലത്തെ ടീമുണ്ടല്ലോ ബിജെപിയിലേക്ക് തന്നെയാണ് പോകേണ്ടത്. കാരണം BJPക്കാർ അനുഭവിക്കണം, അവരുണ്ടല്ലോ ദുരന്തം എന്താണെന്ന് അവർ അനുഭവിക്കണം. അതുകൊണ്ട് നീയും ശ്വേതാമേനൊക്കെ ഉണ്ടല്ല, നിന്നെ പോലത്തെ ടീം മൊത്തം ഉണ്ടല്ല BJPയിലേക്ക് തന്നെ പോണം. അതാണ് നമുക്കുണ്ടല്ലോ BJPക്കാർക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ശിക്ഷ. ഈ നാട് കുട്ടിച്ചോറാക്കാൻ നിൽക്കുന്ന BJPക്കാർക്ക് ഇതിലും വലിയ ശിക്ഷയുണ്ടല്ല ഇനി നമുക്ക് കൊടുക്കാനില്ല. ഒന്നുമില്ലെങ്കിൽ നീ ഉണ്ടല്ല സ്വന്തമായിട്ട് വോട്ട് പോലും ഇല്ലാതെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി പോയ മരം മണ്ടത്തിയല്ലേ. പിന്നെ 7 മണിക്കൂർ ഒറ്റക്ക് പടം വരുത്തിയ ശ്വേതാമേനോനും നീയൊക്കെ ഉണ്ടല്ല അമ്മയിൽ അംഗത്തെ രാജിവെച്ച് പോയത് എപ്പോഴാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാട്ടാ. നിങ്ങൾ നക്കി മുക്കി 67 ലക്ഷത്തിന്റെ കണക്കുണ്ടല്ല, ആ കണക്ക് ചോദിച്ചപ്പോഴാണ് നിങ്ങളൊക്കെ ഉണ്ടല്ല നൈസായിട്ട് രാജിവെച്ച് മുങ്ങിയെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. നമുക്കിനി ഈ കുലസ്ത്രീ സംഘടന ഉണ്ടല്ല അവസാനമായിട്ട് കുറച്ചുകൂടി പൊട്ടത്തരങ്ങൾ വരുന്നുണ്ട്. അതും കൂടി ഒന്ന് കേട്ടിട്ട് വന്നാലോ?
ഞങ്ങളുടെ ഭരണസമിതിയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, ഐക്യമില്ലായ്മ ഉണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഈഗോ ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഒരു ഭരണസമിതിയുടെ അണ്ടറിൽ വരുമ്പോൾ ഞങ്ങൾ ഈ 17 പേരും ഒന്നായിരുന്നു. അവിടുന്ന് അൻസിബ ഹസൻ എന്ന് പറയുന്ന വ്യക്തി മാത്രമേ രാജിവെച്ച് പുറത്തേക്ക് പോയിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ പിന്നീട് ഈ ഉണ്ണി ശിവപാലിനെ ഒരു മാസത്തേക്ക് അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വന്ന വീഴ്ചകൾ കൊണ്ട് ഞങ്ങൾക്ക് മാറ്റി നിർത്തേണ്ടി വന്നതാണ്. അല്ലാണ്ട് അദ്ദേഹത്തിനോട് പുറത്തു പോകാനോ അദ്ദേഹത്തിനെ പിരിച്ചുവിടുകയോ ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹം പോലും വന്നിട്ട് കണക്കുകൾ കൃത്യമല്ല എന്ന് പറയുമ്പോൾ ഈ കണക്കുകൾ ശരിയാക്കി കാണിക്കാൻ അമ്മയുടെ മുൻ സമിതി തന്ന കണക്കിൽ നിന്നും ചെറിയ എമൗണ്ട് മാത്രമേ ഞങ്ങൾ ചെലവാക്കിയിട്ടുള്ളൂ. ബാക്കി ചെലവാക്കിയിട്ടുള്ള പൈസ മുഴുവനും ഈ 10 മാസം ഞങ്ങൾ പെൻഷൻ കൊടുത്തതാണെങ്കിലും മെഡിസിൻസ് കൊടുത്തതാണെങ്കിലും മറ്റു ചിലവുകൾ നടത്തിയിട്ടുള്ളതൊക്കെ ഞങ്ങൾ കണ്ടെത്തിയ സ്പോൺസേഴ്സിൽ നിന്നാണ്. അല്ലാണ്ട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോ ആ കണക്ക് അവതരിപ്പിക്കാൻ ഒരു 45 ദിവസത്തെ സമയം അത് ബൈലോ പോലും അനുശാസിക്കുന്നുണ്ട്. അത് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അത് തരാൻ അവർ സമ്മതിച്ചില്ല. നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ സമയം കൊണ്ട് തന്നെ നിങ്ങളുണ്ടല്ല 67 ലക്ഷം രൂപ ഉണ്ടല്ല നക്കി മുക്കി. ഇനി ഒരു 45 ദിവസം കൂടി കിട്ടിയിട്ട് വേണമായിരിക്കും അല്ലെ 67 ലക്ഷം എന്നുള്ളത്. ഒരു കോടി തകർക്കാൻ വേണ്ടിട്ട് നീയൊക്കെ ഒരു സിനിമയിലും ഒരു ജോലിക്കും പോകാതെ എപ്പോഴും ഈ മേക്കപ്പ് ഇട്ടിട്ടുണ്ടല്ല. ഈ മേക്കപ്പ് ഇട്ടിട്ട് വരുമ്പോഴേ നമുക്കറിയായിരുന്നു നീയൊക്കെ നല്ലോണം മുക്കലും നക്കലും നടന്നിട്ടുണ്ട് എന്ന്. എന്നിട്ട് വന്നിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ ഈ അഭിനയിക്കുന്നില്ല. ഈ അഭിനയം ശരിക്കും നീ സിനിമയിൽ അഭിനയിച്ചിരുന്നെങ്കിൽ എത്ര അവസരങ്ങൾ നിനക്ക് കിട്ടുമായിരുന്നു. ഒരു കമ്മിറ്റി കൂടുമ്പം അതിനുണ്ടല്ല പണത്തിന്റെ കണക്കൊന്നും കൊടുക്കാൻ കഴിയാത്ത ടീമാണ് ഒരു കമ്മിറ്റിയുടെ തലപ്പത്തിരിക്കുന്നത്. പിന്നെ നിങ്ങളുണ്ടല്ലോ ഉണ്ണി ശിവപാലിനെയും അൻസിബിനെയൊക്കെ പുറത്താക്കാൻ നോക്കിയത് നിങ്ങൾ ഈ തട്ടിപ്പിന് അവരെ കൂട്ടു നിൽക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ അവരെ പുറത്താക്കാൻ നോക്കിയത്. ലാസ്റ്റ് എന്തായി പുറത്താക്കാൻ നോക്കിയ നിങ്ങളുണ്ടല്ല നിങ്ങൾ മൊത്തം പുറത്തായി. അടിപൊളി. അങ്ങനെ നിങ്ങൾ അവരെ പുറത്താക്കാൻ നോക്കിയത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ നടത്തി ഈ തട്ടിപ്പുണ്ടല്ല. ഈ തട്ടിപ്പ് അത്രയും പെട്ടെന്ന് ലോകം മൊത്തം അറിഞ്ഞത്. പിന്നെ നിന്റെയൊക്കെ കമ്മിറ്റിയിലുണ്ടല്ല ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയതുണ്ടല്ല വേറെ ആരുമല്ല നീ ശ്വേതാമാനല്ലേ. നിങ്ങൾ രണ്ടാളും തന്നെ ആ കമ്മിറ്റിയിലെ ഏറ്റവും ഉടായ്പ ടീം. അതുകൊണ്ട് അതിൽ പ്രശ്നം ഉണ്ടാക്കിയവർ തപ്പിറ്റി അത് കേടിയുമുണ്ട നീ ഇടില്ല കണ്ണാട് നോക്കിയാൽ മതി. ആ പ്രശ്നം ഉണ്ടാക്കിയ ടീമിനെ കൃത്യമായിട്ട് എനിക്ക് കാണാൻ പറ്റും. എന്തായാലും നിന്നെപ്പോലത്തെ ഉടായ്പകൾ ഉണ്ടല്ല സംഘികൾ പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ ടീമിലേക്ക് പെട്ടെന്ന് എടുക്കുന്നുണ്ടല്ല. അതാണ് ഒരു ഉടായ്പിനെ മാത്രമേ അടുത്ത ഉടായ്പിനെ എത്രയും പെട്ടെന്ന് മനസ്സിലാകൂ. എന്തൊക്കെയായാലും എന്നെ പുറത്താക്കാൻ നോക്കിയ ഒരുത്തനും എന്റെ ശവം പോലും കാണാൻ പറ്റി ഇപ്പൊ വന്നിട്ട് നൈസായിട്ട് യൂട്ടേൺ അടിക്കുന്നുണ്ടല്ല. അതുകൊണ്ടാണ് നിന്നെ കിട്ടില്ല നിലപാടില്ലാത്ത ടീമാണെന്ന് നമ്മൾ എപ്പോഴും പറയുന്നത്. അമ്മ സംഘടന തലപ്പത്തുണ്ടല്ല സ്ത്രീകൾ വന്നാലേ സ്ത്രീകൾക്ക് വേണ്ടി എന്തൊക്കെ അട്ടിമറിക്കുന്ന പറഞ്ഞ ഈ കുലസി സംഘടന ഇവരാണ് സ്ത്രീകൾക്ക് ഏറ്റവും വലിയ അപമാനം. എന്തായാലും 67 ലക്ഷം രൂപ ഉണ്ടല്ല നക്കി മുക്കിയിട്ട് ആ ഉടായ്പ മൊത്തം ആൾക്കാർ പിടിച്ചപ്പം രാജിവെച്ച് പോയിട്ട് പിന്നെയും തിരിച്ചു വന്നിട്ട് ഉളുപ്പില്ലാണ്ട് ഇമാതിരി വർത്താനം പറയുന്ന കുലസി സംഘടന ലക്ഷ്മി പ്രിയക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.